വൈശാഖമാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. രത്നദണ്ഡം പൂണ്ട ചാമരം വീരൻ ശത്രുഘ്നവീരൻ കുട പിടിച്ചിടിനാർ. ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ. ലോകപാലന്മാരുപദേവതമാരുമാകാശമാർഗേ പുകഴ്ന്നു നടന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യ ഹാരം മഹേന്ദ്രൻ അനുകൂലനാഥനു സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനു അലങ്കരിച്ചിടിനാർ. ദേവഗന്ധർവ യക്ഷോത്തരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധദുർവാദളശ്യാമളം കോമളം പദ്മപത്രേക്ഷണം സൂര്യകോടിപ്രഭോ ഹാരകിരീടവിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരോ വേദാംബരശോഭിതം ബോധരം സീതയാ വാമാംഗസംസ്ഥയാ രാജിതം രാജരാജേന്ദ്രം രഘുകുലനായകോ രാജീവ ബാന്ധവ വംശസമുത്ഭവം രാവണനാശനോ രാമം ദയാപരം സേവകാഭീഷ്ടദോ സേവ്യമനാമയം ഭക്തി കൈക്കൊണ്ടു ദേവിയോടു വന്നു വർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാർ. രാമായ ശക്തിയുക്തായ നമോ നമഃ ശ്യാമള കോമള രൂപായ തേ നമഃ കുണ്ഡലിനാഥതൽപായ നമോ നമഃ കുണ്ഡലമണ്ഡിതഗണ്ഡായ തേ നമഃ. ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമഃ ആദിമധ്യാന്തഹീനായ നമോ നമോ വേദസ്വരൂപായ രാമായ ദേ നമഃ വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ വേദജ്ഞവന്ദ്യായ നിത്യായ ദേ നമഃ. ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിബുധേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാർ. ബ്രഹ്മവരം കൊണ്ടഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണരാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ കശ്മലൽ തൽപുത്രപുത്രനെന്നെ ബന്ധിച്ചു മഹാരണേ. തുൽപ്രസാദത്താലവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കും ലഭിച്ചിതു സൗഖ്യവും
അന്നിവണ്ണമോരോ തരമാപത്തു വന്നാലതും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ലെന്നതുത്തമ പുരുഷ ഞാൻ പറയണമോ എല്ലാം ഭവൽ കരുണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം ആചരവംശ വിനാശനാകിയ ദാസരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ട രാജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ തൽക്കടാക്ഷത്താലതൊക്കെ ലഭിച്ചിതു. ദുഃഖവും നേർന്നിതു ഞങ്ങൾക്കു ദൈവമേ. തൊൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽപുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമഃ. ഭക്തപിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്നു ദുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാചിതു ലോകത്രയത്തിങ്കലിഷ്ടിയുമുണ്ടായതിഷ്ട ലാഭത്തിനാൽ പിണ്ഡോദകങ്ങളുദിക്കായ കാരണം ദണ്ഡവും തീർന്നിതോ ഞങ്ങൾക്കു ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനാന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും. രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തികണ്ഠാന്തകൻ തന്നെ നിരാമയം. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദോ. സഞ്ചരിക്കാമെനിക്കാരുണ്യവാരിതേ ചരണഭുജ നിത്യോ നമോ നമഃ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ. മന്നവൻ തന്നെ മനോഹരമാവണ്ണം ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നു കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യ വൈഭവം. വന്നഗതൽപേ വസിക്കും ഭവൽപദം വന്ദാമഹേ വയം വന്ദാമഹേ വയം. കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്ത്യാ പുകഴ്ന്നാരതിദ്രുതം. കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണനെന്നു കേൾക്കുന്നേരം അമ്പരമാർഗേ നടക്കുമാറില്ലിനിൽ പാദപത്മം ഭജിക്കായി വരണമേ.
സിദ്ധസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. യുധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ത കാരുണ്യ വാരിധേ രക്താരവിന്ദഭൂണ്ടഭവൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമഃ. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യപാദ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ. വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ തേ നമഃ. ചാരുരൂപം തേടും അപ്സരസാം ഗണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യൻ മധുരപദങ്ങളിൽ തുഷ്ട്യാകനക്കെ സ്തുതിച്ചോരനന്തരോ രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരോഗമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ച താരക ബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിന. സച്ചിൽ പരബ്രഹ്മ പൂർണ്ണമാത്മാനന്ദ അച്യുതമദ്വയമേകനാമയം ഭാവനയ ഭഗവൽ പദാംഭോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതോ സിംഹപരാക്രമോ സൂര്യകോടി പ്രഭോ സോദരവാനരതാപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേവ്യമാണോ പരോ രാമമഭിഷേക തീർത്ഥാർദ്ര വിഗ്രഹം ശ്യാമളം കോമളം ചമീകരപ്രഭ ചന്ദ്രബിംബാനനോ ചാർവായത ഭുജം ചന്ദ്രികാമന്ദഹാസോജ്വലോ രാഘവോ ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദോ കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടിരുന്നിതെല്ലാവരും. വിശ്വംഭരാ പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരേ. സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദ സംയുത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങളക്കാലമൊഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ. 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്കു നൽകിയിടിനാർ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്രമനഘമനുപമോ ആദിത്യപുത്രനു നൽകിനാദരാലാതിഥേയാധിപ പുത്രതനയനും അംഗദ്വന്ദ്വം കൊടുത്തോരനന്തരം മംഗലഭംഗിയാം സീതയ്ക്കു നൽകിനാൾ. മേരുവും ലോകത്രയവും കൊടുക്കിലും
പോരാ വിലയതിനങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും പരം പ്രസാദിച്ചു മന്ദസ്മിതം. കണ്ടതേ ദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു രണ്ടു കൈയും കൊണ്ടു പിടിച്ചു നോക്കിയിടിനാൾ. ഭർത്തൃമുഖാംബുജവും മാരുതി വക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൽ പുരുഷോത്തമനന്നേരം മംഗലദേവതയോടു ചൊല്ലിടിനാൻ. ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാരുൾക്കമലത്തിൽ നിനക്കു മനോഹരേ നൽകിയിടവന്നു നീ മറ്റാരുമില്ല നിന്നാകൂതഭംഗം വരുത്തുവാനോമലേ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാർ. ഹാരവും പൂണ്ടു വിളങ്ങിനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതവും അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നീടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിതാനന്ദ പരവശനായി മധുരാക്ഷരോ. മാരുതനന്ദന വേണ്ടു വരത്ത് നീ വീര വരിച്ചു കൊൾകേതും മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൾ. സ്വാമിൽ പ്രഭോ നിൻ തിരുവടി തന്നെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാനനാരദം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ. മറ്റു വരം മമ വേണ്ട ദയാനിധേ. മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുമുണ്ടായിരിക്കേണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴ്ക നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരുകെന്നനുഗ്രഹിച്ചിടിനാൻ. ആനന്ദ ബാഷ്പരിദാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും രാമസീതാജ്ഞയാപാരം പണിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചെന്നു ഹിമാചലം പൊക്കു തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ ഗച്ഛ സഖേ പുരം ശൃംഗിവേരം ഭവൻ. മച്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴ്ക നീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേകഭാവം ഭജിച്ചിടുകനോടു നീ. ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്തവ്യാജ ഭക്തനു യാത്ര വഴങ്ങിനാർ. പെരും പ്രേമഭാരണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാസൃഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദി പരിശോഭിതമായോരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിന്. മൂല്യമില്ലാതെ
വസ്ത്രാഭരണങ്ങളും മാലകളാപഹരിചന്ദനാദിയും പിന്നെയും വേണ്ടുപോലും നൽകി മന്നവൻ ഗാഠഗാഠം പുണർനാദരാൽ മർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ത പൂകെന്നയച്ചരുളിടിന സുഗ്രീവനു വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ത പൊക്കു സുഖിച്ചു മരുവിനാൻ സീതാ ജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞ ശ്രേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോതരം നൂതന പട്ടാംബരാഭരണാദിയോ നൽകി വിദേഹരാജ്യത്തിനു പോകുന്നു പുൽകി കനിവോടു യാത്ര വഴങ്ങിന കാശിരാജാവിനും വസ്ത്രാഭരണങ്ങളാശയാനന്ദം വരുമാറു നൽകിനാൻ പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചേടിന പോയാരവർകളും ഭക്തം ജരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത്യാ നമസ്കരിച്ച ചരണാംബുജോ മിത്രമായി നിന്നെ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴ നീ നാശമരികളാലുണ്ടാകയില്ലതേ എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടടോ വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാമുക്തനായി വാണിടുകെന്നു നിയോഗിച്ചു മുക്ത ഫലമണി സ്വർണഭാരങ്ങളും ആവോളവും കൊടുത്ത ശുഭോവാനയജാവിർമുത പുണർനീടിനാൻ പിന്നെയും ചിത്തേവിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരത്യർത്ഥമിറ്റിട്ടു വീണു വണങ്ങിയും ഗദ്ഗദവർണ്ണേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃജനത്തോടും ആതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ ജാനകി ദേവിയോടും കൂടി രാഘവനാനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കോ വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കു ഇല്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രയും ദസ്യുഭയവും ഒരുത്തർക്കും ഇല്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭുവിരാമനെ ധ്യാനിക്കുമേവരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുകില്ലാരുമേ എല്ലാവനുമുണ്ടനുഗന്ധ മാനസേ നല്ലതൊഴിഞ്ഞൊരു
ചിന്തയില്ലാർക്കുമേ. നോക്കുമാരെല്ലാരുമേ പരതാരങ്ങളോർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനമുണ്ടു നന്ദി നിന്നയുമില്ല. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ടു നിന്നയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോ നിതിൽ പരം. വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നു മേവീടിനാൻ. അധ്യാത്മരാമായണമിതമെത്രയോ അത്യുത്തമോത്തമം. മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്തേന ജന്മന മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശന ആരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സപുത്രനെയും ദദാ. സിദ്ധിക്കുമാരജനങ്ങളിൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരൂ. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതി ഉണ്ടാമവൾക്കെന്നു നിർണയോ. ബന്ധനായുള്ളവൻ മുക്തനായി വന്നിടു മർത്തി കേട്ടുവിടുകിലർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും മതി. ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൾ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവമോത്തമായുടനുണ്ടാകും. ആദികളെല്ലാം അകന്നുപോ നിർണയം. ദേവപിതൃഗണതാപസമുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്യരം. കൽമഷമെല്ലാം അകലും അതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാദരൽ. നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തി കൊണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ. ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലോ. ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരോ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ദശോപചാരങ്ങളെ കൊണ്ടാണ് ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കുന്നത്. അർഘ്യം, പാദ്യം, ആചമനീയം, മധുവർക്കം, പുനരാചമനം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം, ഇങ്ങനെ 10
വിധത്തിൽ ആചരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കുകയാണ്. മൂർധാവിൽ പാദകം വെച്ച് കാൽനടയായി ഭരതൻ ശത്രുഘ്നനോടൊപ്പം നടക്കുകയാണ്. അപ്പോൾ പൂർണ്ണചന്ദ്രനെ പോലെ മനോഹരമായ ഈ പുഷ്പക വിമാനത്തിൽ നിന്നുമാണ് ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ ഇറങ്ങിയിട്ടുള്ളത്. ശ്രീരാമചന്ദ്രനെ കണ്ട മാത്രയിൽ അയോധ്യ നിവാസികൾ എല്ലാവരും, അമ്മമാരും എല്ലാവരും ഭക്തിയോടുകൂടി ഹരേ രാമ ശ്രീരാമചന്ദ്ര ഹരേ ഹരേ എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ശബ്ദത്തോടു കൂടിയിട്ട് വിളിക്കുകയാണ്. ഭക്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടു കൂടി ഭഗവാനെ വിളിക്കുകയാണ്. അപ്പോൾ ഈ ദശോപചാരങ്ങളോടെ ശ്രീരാമനെ സ്വീകരിച്ച് അയോധ്യയിലേക്ക്, കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാനരശ്രേഷ്ഠന്മാരെയെല്ലാം ഭരതന് ഹനുമാർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊന്നയാളാണ്, ഇന്നയാൾ സുഗ്രീവനാണ്, മറ്റേത് അംഗദനാണ്, ഇങ്ങനെ വാനരശ്രേഷ്ഠന്മാരെയെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഭരതൻ ഹനുമാരോട് പറയുന്നൊരു വാചകമുണ്ട്. അങ്ങ് ഞങ്ങളുടെ പിതാവിൻ്റെ 5ാമത്തെ പുത്രനാണ്. ഞങ്ങളുടെ 4 പഞ്ചമഹാ സഹോദരന്മാർ എന്നാ പറയുക. അപ്പം ഞങ്ങളുടെ 5ാമത്തെ സഹോദരനാണ് അങ്ങ് പുറത്തുള്ള ആളല്ല. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കേണ്ട ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാരെ പുണരുകയാണ്. ശ്രീരാമചന്ദ്രൻ കൗസല്യമാതാവിൻ്റെ സമീപത്ത് പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങി. അപ്പം അമ്മ പുത്രവാത്സല്യത്തോടുകൂടി മകനെ പുണർന്നു. ആ ഒരു സ്നേഹം എന്നുവെച്ചാൽ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊഴിയുന്നു. മകനെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. സന്തോഷത്തിൻ്റെയും മാതൃവാത്സ്യത്തിൻ്റെയും പുത്രസ്നേഹത്തിൻ്റെയും വളരെ എന്നുവെച്ചാൽ മനസ്സിൽ തട്ടുന്ന ചില ഭാഗങ്ങളാണ് ആ ഭാഗങ്ങളെല്ലാം. നേർനാൾ കാണാതെ മകനെ കാണാതെ കാണില്ലേ. അപ്പോൾ ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതല്ലേ. അതിനുശേഷം കൈകേയി മാതാവിനെ കാണുന്നു, സുമിത്രാ മാതാവിനെ കാണും, എല്ലാം കാണുന്നു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി, ആനന്ദപൂർണമായിട്ടുള്ള ഒരു സമയമാണ്. അങ്ങനെ ഭരതൻ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, ഈ പാതുകെല്ലാം അദ്ദേഹത്തിൻ്റെ കാലിൽ ധരിപ്പിച്ചതിന് ശേഷം അങ്ങെനിക്ക് ദത്തമായി നൽകിയ രാജ്യം ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാദകം ധരിപ്പിക്കുന്നത്. അപ്പം പുഷ്പക വിമാനം പറഞ്ഞയക്കുകയാണ്. ഈ ബ്രഹ്മാവിനാൽ വൈശ്രവണന് കിട്ടിയിട്ടുള്ള ഒരു വിമാനമാണ് ഈ പുഷ്പക വിമാനം എന്ന് പറഞ്ഞത്. വിശ്രവസിൻ്റെ മകനാണല്ലോ വൈശ്രവണൻ. ഈ വൈശ്രവണൻ എന്ന് പറഞ്ഞാൽ കുബേരനാണ്. അപ്പം അദ്ദേഹത്തിന് മാത്രമേ അന്ന് പുഷ്പക വിമാനം ഉള്ളൂ. അത് ബ്രഹ്മാവിനാൽ സമർപ്പിതമായിട്ടുള്ളതാണ്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് പോയി എന്നുള്ളതാണ്. ഇതോടുകൂടി ആചാര്യനായിട്ടുള്ള വസിഷ്ഠ മഹർഷി, അവിടുത്തെ രാജഗുരുവാണല്ലോ വസിഷ്ഠ മഹർഷി എത്തുന്നു. അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്നു. ശത്രുഘ്നൻ ആകെ ഭ്രമായി. എന്താ വെച്ചാൽ ഇതെല്ലാം ഒരുക്കണ്ടേ, എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കണം, എല്ലാം ഭരതൻ ഏൽപ്പിച്ച ശത്രുഘ്നെയാണ്. വളരെ പെട്ടെന്ന് ചെയ്യണ്ടേ. അങ്ങനെ ഓടി നടന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കണ്ടേ, പ്രജകൾക്കെല്ലാം കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം. അതേപോലെ തന്നെ അതിഥികൾക്കെല്ലാം കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണ്ടേ. അങ്ങനെ പിന്നെ ആഭരണങ്ങളും അലങ്കാരങ്ങളും വസ്തുക്കളും എന്ന് പറയേണ്ട എല്ലാം പ്രജകൾക്കും അതേപോലെ എല്ലാവർക്കും കൊടുക്കുകയാണ്, സമർപ്പിക്കുകയാണ്. കൊടിത്തോരണങ്ങളെ കൊണ്ട് നിറഞ്ഞു ഈ അയോധ്യ നഗരം. പുരവാസികളെല്ലാം കൊട്ടും മാട്ടും പാട്ടും
അതേപോലെ തന്നെ എന്തെന്നാ ദുന്ദുബി നാദവും എന്ന് പറയേണ്ട എല്ലാം ആയി വാദ്യാഘോഷങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ട് കൊടിത്തോരണങ്ങളൊക്കെ കൊണ്ടൊക്കെ അലങ്കരിച്ചൊക്കെ സ്പീഡിൽ എല്ലാം മാനേജ് ചെയ്യാണ്. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരാളാണ് ഇതെല്ലാം എന്താക്കുന്നത്, ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിവർത്തിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇപ്പോഴും കാണാം അല്ലേ? ഓരോ കാര്യങ്ങളിലും ഒരാളുണ്ടാവും, എല്ലാം ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരാൾ, ആ മാനേജർ എന്ന് പറയും നമ്മൾ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മാനേജിങ് ചെയ്യുന്ന ആൾ ആയിക്കൊണ്ട് ആരെ മാറുകയാണ് ഇവിടെ? ശത്രുഘ്നൻ മാറുകയാണ്. അപ്പോൾ ധാരാളം അവസ്ഥകളുണ്ട്. അവരൊക്കെ നിയന്ത്രിക്കുന്നത് ഇദ്ദേഹമാണ്. അങ്ങനെ മനോഹരമായിട്ട് അയോധ്യയെ അലങ്കരിച്ചു. അപ്പം പിന്നെ ധാരാളം മഹർഷിമാർ എത്തണ്ടേ? വാമദേവൻ വരുന്നു, ജാമ്പാലി വരുന്നു, ഗൗതമൻ, ജാബാലി എന്ന് പറയുന്ന മഹർഷി, ഗൗതമ മഹർഷി, വാത്മീകി മഹർഷി, വസിഷ്ഠ മഹർഷി എന്നീ സന്യാസിമാരെല്ലാം അവിടെ എത്തുകയാണ്. ശ്രീരാമന് പട്ടാഭിഷേകം ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരുക്കത്തിലാണ്. അപ്പോൾ ദേവേന്ദ്രൻ അതിമനോഹരമായിട്ടുള്ള രത്നാഭരണം നൽകിയിട്ടുണ്ട് ആർക്ക്? ശ്രീരാമദേവൻ. അത് കഴുത്തിൽ അണിയിക്കും. ദേവേന്ദ്രനെ ഒരുപാട് ഉപദ്രവിച്ചതാണ് രാവണൻ. അതുകൊണ്ട് രാവണനെ ഇല്ലാതാക്കിയപ്പോൾ ദേവേന്ദ്രന് വലിയ സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. അപ്പം അങ്ങനെ ദേവേന്ദ്രൻ അതിമനോഹരമായിട്ടുള്ള, വളരെയധികം ത്രിലോകങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതെന്നാണ് പറയുന്നത്, അത്രയും മനോഹരമായിട്ടുള്ള ഒരു രത്നാഭരണം ആർക്ക് നൽകുന്നുണ്ട്? ശ്രീരാമചന്ദ്രൻ നൽകുന്നുണ്ട്. അത് അണിഞ്ഞുകൊണ്ട് അതിമനോഹരമായി വിളങ്ങുകയാണ് ശ്രീരാമചന്ദ്രൻ. എല്ലാവരും സ്തുതിക്കുകയാണ് ഭഗവാനെ. ദേവന്മാരെല്ലാം സ്തുതിക്കുന്നു. ഇവിടെ മഹാവിഷ്ണു അല്ലെ ശ്രീരാമചന്ദ്രനെ ബ്രഹ്മാവ് സ്തുതിക്കുന്നു, മഹാദേവൻ സ്തുതിക്കുന്നു. അങ്ങനെ 33 ദേവഗണങ്ങളും സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശ്രീരാമചന്ദ്രനെ. പട്ടാഭിഷേകമല്ലേ, ഉത്സവ തുല്യമായിട്ടുള്ള അവസ്ഥയാണ് വീടുകളിലെല്ലാം. അങ്ങനെ പട്ടാഭിഷേകം നടക്കുന്നു. ശ്രീരാമചന്ദ്രൻ എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകാൻ, ആഭരണങ്ങളും വസ്തുക്കളും ധാനങ്ങളും ധാന്യങ്ങളും എല്ലാം എല്ലാവർക്കും നൽകാൻ. അപ്പോൾ ഈ പട്ടാഭിഷേകം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രൻ തൻ്റെ കഴുത്തിലുള്ളതായിരിക്കുന്ന ഈ രത്നമാല്യം എടുത്ത് സീതാദേവിയുടെ കഴുത്തിലാണ്. സീതാദേവിക്ക് സന്തോഷമായി, വളരെ സന്തോഷമായി. വിലപിടിപ്പുള്ളൊരു രത്നമാല്യമല്ലേ. പക്ഷെ സീതാദേവി ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ധാരാളം കൈ നിറയെ സമ്മാനങ്ങളുമായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഹനുമാന്റെ കയ്യിൽ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഹനുമാർ ഈ ഓടി നടക്കുന്നതിനിടയ്ക്ക് ഹനുമാർക്ക് ഇത് കൊടുക്കാനും അല്ലെങ്കിൽ ഹനുമാർ തൊട്ട് വാങ്ങിയിട്ടുമില്ല. ഹനുമാനുള്ള അവസ്ഥയില്ലാണ്ട് ഹനുമാരും ഈ ശത്രുഘ്നനോടൊപ്പം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആത്മനിർവൃതിയോടുകൂടി നിൽക്കുന്ന, ഭക്തിയോടുകൂടി നിൽക്കുന്ന ഹനുമാരെ സീതാദേവി അടുത്തേക്ക് വിളിക്കും, അമ്മ മകനെ വിളിക്കുന്നത് പോലെ. അപ്പോൾ ഒരു ചെറിയ മക്കള് അമ്മേൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലെ ഹനുമാര് സീതാദേവിയുടെ അടുത്തേക്ക് പോകും. സീതാദേവി ഈ രത്നമാല്യം ഊരും. എന്നിട്ട് ഹനുമാരെയും ശ്രീരാമചന്ദ്രനെയും ഈ മാലയും ഇങ്ങനെ നോക്കും. അപ്പോൾ മധ്യത്തിൽ ഈ രത്നമാല്യം വെച്ചുകൊണ്ട്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയും, ദേവി, ഈ കൂട്ടത്തിൽ ആരെയാണോ ഭവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവർക്ക് ഈ മാല നൽകൂ. ദേവി ആരും തടയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സീതാദേവി ഈ രത്നമാല്യം ഈ ഹനുമാർക്ക് നൽകും. പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി സമീപത്തേക്ക് അടുത്തേക്ക് വിളിച്ച് ഈ രത്നമാല്യം ഹനുമാർക്ക് നൽകും എന്നുള്ളതാണ്. ശേഷം ശ്രീരാമചന്ദ്രൻ ഈ ഹനുമാരെ അടുത്തേക്ക് വിളിക്കും. അപ്പം ഈ രത്നമാല്യം ധരിച്ച് അതിമനോഹര സൂര്യതേജസ്സോടു കൂടി നിൽക്കുന്ന, സൂര്യനെ പോലെ തിളങ്ങുകയാണ് ആ സമയത്ത് ഹനുമാർ. അപ്പോൾ ഹനുമാരെ അടുത്തേക്ക് വിളിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ ചോദിക്കും,
ഹനുമാരോട് പറയും, എന്താ, നിനക്ക് എന്താണോ വേണ്ടത് ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ എന്ന് പറയും. ആ സമയത്ത് ഹനുമാര് ചോദിക്കുന്നത് ഒരേ ഒരു വരമാണ്. എന്താ, എല്ലാ കാലവും ജീവിതകാലം മുഴുവനും അങ്ങയെ ഭക്തിയോടുകൂടി സ്മരിക്കാനും സ്തുതിക്കാനുമുള്ള അനുഗ്രഹം, വരം നൽകണം എന്ന് പറയും. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നത് എന്താ, രാമഭക്തി ഉള്ളിടത്തോളം കാലം, അതായത് രാമായണം ഉള്ളിടത്തോളം കാലം, ഒരിക്കലും ഈ രാമഭക്തിയോ രാമായണമോ ഒന്നും ഇല്ലാതാവുന്നില്ല. അത് ഉള്ളിടത്തോളം കാലം നീയും എന്താ, രാമഭക്തിയോടുകൂടി ഉണ്ടാവട്ടെ, ഭൂമിയിൽ ഉണ്ടാവട്ടെ, നിലനിൽക്കട്ടെ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരനുഗ്രഹം കൊടുക്കുക. അപ്പോൾ അതും എങ്ങനെ, മുക്തിയോടുകൂടി, എൻ്റെ അനുഗ്രഹത്തോടുകൂടി നിനക്കൊരു ദോഷവുമില്ലാതെ സർവകാലവും നീ ഉണ്ടാവട്ടെ എന്ന അനുഗ്രഹം കൊടുക്കും. ഈ അനുഗ്രഹം വാങ്ങി ഹനുമാർ ഹിമാലയത്തിലേക്ക് യാത്രയാവാണ്. ശ്രീരാമ ഭക്തിയോടുകൂടിയിട്ട് ഈ ഹനുമാരുടെ മനസ്സിൽ രാമപ്രതിഷ്ഠ നടന്നു കഴിയും. അങ്ങനെ പോവാണ്. ഗുഹനെ സമീപത്തേക്ക് വിളിച്ച് കൈനിറയെ സമ്മാനങ്ങളെല്ലാം നൽകിയ ശേഷം ഇനി ശൃംഗിബേരത്തേക്ക് തിരിച്ചു പോവുക. കാരണം അവിടെ ആളില്ലാതിരിക്കും. അതുകൊണ്ട് ശൃംഗിബേരത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ശ്രീരാമൻ പറയും, അവിടെ നിന്ന് പോയിട്ട് ആ നാടിനെ വേണ്ടതുപോലെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കാം. വിഭീഷണനെ അതേപോലെ തന്നെ ലങ്കയിലേക്ക് പറഞ്ഞയക്കും. ജനക മഹാരാജാവിനെ യാത്രയാക്കും. അതേപോലെ തന്നെ സുഗ്രീവനെയും മറ്റും യാത്രയാക്കും, കൈനിറയെ സമ്മാനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട്. അങ്ങനെ ഓരോരുത്തരെയും അവരവരുടെ നാടുകളിലേക്ക് യാത്രയാക്കി അവരെല്ലാം നിജ നിജ ഭാര്യമാരോടൊപ്പം എന്താ, വളരെ സുഖമായിട്ട് അവരവരുടെ വീടുകളിലും ദേശങ്ങളിലും പോയി സുഖിച്ചു എന്നുള്ളതാണ്. ഈ അയോധ്യ അതിമനോഹരമായിട്ട് ശ്രീരാമൻ ശേഷിക്കുന്ന കാലം ഭരിച്ചു എന്നുള്ളതാണ്. രാജ്യമൊന്നാകെ ശ്രീരാമഭരണം സുഖവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും നിലനിന്നു. മഹാദേവൻ ഉമാദേവിക്ക് പറഞ്ഞു കൊടുത്ത രാമായണം ഭക്തിയോടുകൂടി പാരായണം ചെയ്യുന്നവർക്ക് ഈ ജന്മത്ത് തന്നെ മോക്ഷം ലഭിക്കും എന്നുള്ളതാണ്. അതിമനോഹരമായിട്ട് ഇത് പാരായണം ചെയ്യണം, എല്ലാ ദിവസവും പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ശ്രീരാമൻ്റെ ഈ കഥയുള്ളത് രാമായണ ഫലശ്രുതിയിലാണ് പറയുന്നത്. അധ്യാത്മ രാമായണം ഇതം എത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം എന്നാണ്. ശരിക്ക് എന്നുവെച്ചാൽ മരണഭയം പോലും നമുക്ക് മാറിക്കിട്ടുന്ന, നിത്യവും പാരായണം ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു കാവ്യമാണ് രാമായണം എന്നുള്ളത്. പുത്രനില്ലാത്തവർ ഇത് പാരായണം ചെയ്യുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാവും. ധനമില്ലാത്തവർ പാരായണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ധനലാഭം ഉണ്ടാവും. വിദ്യാഹീനന്മാരാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ അവർക്ക് വിദ്യാലാഭം ഉണ്ടാവും. അതേപോലെ രോഗികളാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ അവർക്ക് രോഗമുക്തി ഉണ്ടാവും. ശാപം കിട്ടിയവരാണെങ്കിൽ ശാപമുക്തി ഉണ്ടാവും. ഇങ്ങനെ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ദോഷങ്ങൾക്കും പരിഹാരമായി, എല്ലാ ഐശ്വര്യത്തിനും കാരണമായി മാറും രാമായണ പാരായണവും രാമായണ പാരായണ ശ്രുതിയും. അത് കേൾക്കുന്നതും അതേപോലെ തന്നെ അത് എന്താക്കുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതുമെല്ലാം മോക്ഷത്തിന് കാരണമാവും എന്നുള്ളതാണ്. കാരണം ഇത് പാർവതീദേവിക്ക് പരമേശ്വരൻ സ്നേഹത്തോടുകൂടി ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളതായിരിക്കുന്ന ഒരു കഥയാണ്, അല്ലെങ്കിൽ കാവ്യമാണ് രാമായണം എന്നുള്ളത്. അതുകൊണ്ട് മഹാദേവനാൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന അല്ലെങ്കിൽ രാമതത്വത്തെ അറിയുവാൻ കാരണമായിക്കൊണ്ട് നമ്മളിത് പാരായണം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം എല്ലാ ഭവനങ്ങളിലും, ഹൈന്ദവ ഭവനങ്ങളിലും ഈ രാമായണ പാരായണം ഉണ്ടാവണം. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ. ഈ കർക്കിടക മാസം എന്നൊന്നും ഇല്ല, എല്ലാ ദിവസവും പാരായണം ചെയ്യുവാൻ പറ്റുന്ന ഒരു മഹാകാവ്യമാണ് രാമായണം. അത് കുളിച്ച് ശുദ്ധിയോടുകൂടി
ഭക്തിയോടുകൂടി പാരായണം ചെയ്യണം. കർക്കിടക മാസത്തിൽ ഭക്തിയോടും വ്രതത്തോടും കൂടി പാരായണം ചെയ്യുന്നവർക്ക് മോക്ഷം ലഭിക്കുവാൻ ഇടവരും. നിങ്ങൾക്കെല്ലാവർക്കും ഈ രാമായണ മാസം 1-ാം തീയതി മുതൽ 32-ാം തീയതി വരെ ഈ എൻ്റെ പാരായണം ശ്രവിക്കുകയും കഥ കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണ ശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക.